കോതമംഗലത്ത് വീണ്ടും അതിദാരുണമായ ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിന് കാരണമോ കൃത്യമായ ഭരണകൂട അനാസ്ഥയാണ്. കാരണം കൃത്യം 1 മണിക്കൂർ മുമ്പ് തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ ഇവിടെ കാട്ടാനയെ കണ്ട വിവരം ജനങ്ങൾ എത്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ യാതൊരുവിധ നടപടികൾ എടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറായിട്ടില്ല. ഒരാഴ്ചത്തെ ജോലി കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയ എൽദോസ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം ബസ്സിറങ്ങി സാധാരണഗതിയിൽ ഓട്ടോറിക്ഷയിലാണ് പോയിരുന്നത്. ദൗർഭാഗ്യവശാൽ അന്നേ ദിവസം അവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം അവിടെ ഉണ്ടായിരുന്ന ഏക പെട്രോൾ പമ്പിൽ 3 ദിവസമായി ഡീസൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന എല്ലാ പൗരനും സുരക്ഷിതമായ ഒരു ജീവിതവും ഭയരഹിതമായ സ്വാതന്ത്ര്യവും ഉറപ്പു നൽകും. എന്നാൽ എൽദോസിന്റെ മരണം ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന എൽദോസിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ കുടുംബം. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് അവരെ തേടിയെത്തിയത്. ഇതിനു മുൻപും ഈ പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോഴെല്ലാം ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അന്നത്തെ പ്രക്ഷോഭത്തിലെ ഗവൺമെൻറ് ഉറപ്പു നൽകിയിരുന്നതാണ് RRT ടീമിനെ അവിടെ വയ്ക്കാമെന്ന്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു RRT ടീം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നല്ല, ഗവൺമെൻറ് ഇതുവരെ ഒരു RRT ടീമിനെ അവിടെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ സാന്നിധ്യം മനുഷ്യരും വന്യമൃഗ സംഘർഷങ്ങളും ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ അതിനിർണായകമാണ്. കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ മൂലം മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സാധിക്കും. കാരണം ഇവർ സമയബന്ധിതമായി കൃത്യമായി വളരെ ദ്രുതഗതിയിൽ പ്രവർത്തിക്കും. അതിനുള്ള എല്ലാവിധ പരിശീലനവും ഈ ടീമിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ടീമുകളെ ഈ പ്രദേശത്ത് ഉൾപ്പെടുത്തണമെന്ന് ഇതിനു മുമ്പും ശക്തമായ ആവശ്യം ഉന്നയിക്കുകയും ഗവൺമെൻറ്റുകൾ ആ ഉറപ്പുകൾ നൽകുകയും ചെയ്തതാണ്. എന്നാൽ ഇതൊന്നും പാലിക്കുകയുണ്ടായില്ല. എൽദോസ് കൊല്ലപ്പെടുന്നതിനും 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇത് കൃത്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയുണ്ടായി. എന്നാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം ഇല്ലാത്തത് മൂലം ഫോറസ്റ്റ് ടീം യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല. അവർ സാധാരണ സർക്കാർ സംവിധാനങ്ങൾ മെല്ലെപ്പോക്ക് നയം എങ്ങനെയാണോ പോകുന്നത്, സാധാരണ സർക്കാർ സംവിധാനത്തിൻ്റെ എല്ലാവിധ അഴകുഴമ്പൻ നയങ്ങളും ഇവരും പിൻപറ്റി. ഇത് നമുക്ക് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കുകയില്ല. കേരളത്തിൽ എല്ലായിടത്തും, വയനാട്ടിലും ഹൈറേഞ്ചിലും എല്ലായിടത്തും ഇതേ നയം തന്നെയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ പുലർത്തുന്നത്. പാവപ്പെട്ടവൻ്റെ ജീവനും സ്വത്തിനും അവരുടെ സന്തോഷത്തിനും ഒന്നും തന്നെ ഒരു വിലയും കൽപ്പിക്കാത്ത സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു എന്ന രീതിയിൽ 5 ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട്. എൽദോസ് അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ വിലയാണോ ഇത് സർക്കാർ സംവിധാനങ്ങൾ ഇടുന്നത്? ഒരു കണക്കുകൂട്ടലിൽ അളവിൽ ഒതുങ്ങുന്നതാണോ മനുഷ്യൻ്റെ ജീവൻ്റെ വില? ഇത് തന്നെയാണോ നീതിയുടെ അന്ത്യം? ഇതെല്ലാം നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ 1 മണിക്കൂർ മുമ്പ് ഇതിൻ്റെ കൃത്യമായ സന്ദേശം ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാർ. അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറാവണം. പോലീസ് ഇവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസ് ചാർജ് ചെയ്യേണ്ടതാണ്. BNS സെക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതലയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് പാലിക്കാത്തതിനുള്ള വകുപ്പ് ശക്തമായി ഇവർക്കെതിരെ ചുമത്താൻ സാധിക്കും. അതുകൂടാതെ ഇവരുടെ അനാസ്ഥയിലാണ് ഈ മരണം ഉണ്ടായിട്ടുള്ളത്. അതിനാൽ അതിനെതിരെയും ഇവർക്കെതിരെ BNS സെക്ഷൻ 106 ചാർജ് ചെയ്ത് കേസെടുക്കണം. ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ, ഫോറസ്റ്റ് വകുപ്പുകൾ, പ്രാദേശിക ഭരണകൂടം എന്നിവയുടെ ഭാഗത്തു നിന്ന് നിർബന്ധമായും നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. ആദ്യം തന്നെ RRT ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂറും 24/7 പ്രവർത്തനക്ഷമമാകുന്ന ഒരു RRT ടീമിനെയാണ് ഈ പ്രദേശങ്ങളിൽ ആവശ്യം. കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ മനുഷ്യാവാസ മേഖലകളിൽ പ്രവേശിക്കുന്നതിന് കൃത്യസമയത്ത് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ അവയെ തുരത്താൻ സാധിക്കുകയുള്ളൂ. അതിനായി 24/7 RRT ടീമിനെ ഈ പ്രദേശത്ത് ആവശ്യമാണ്.
ഈ പ്രദേശങ്ങളിൽ കൂടാതെ ക്യാമറകൾ സ്ഥാപിക്കാനും ഇലക്ട്രിക് ഫെൻസിംഗ് എന്നിവ ഉപയോഗിച്ച് മൃഗങ്ങളെ തടയുവാനുമുള്ള ബന്ധപ്പെട്ട നടപടികളും സ്വീകരിക്കണം. കൂടാതെ പ്രദേശത്തെ ജനങ്ങളെ വന്യഭീഷണി ഉണ്ടായാൽ, വന്യജീവികളുടെ ഭീഷണി നേരിടുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള പ്രതിരോധ പരിശീലനവും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകണം. യഥാർത്ഥത്തിൽ ആനകൾ ഇതുപോലെ ജനവാസ മേഖലയിൽ ഇറങ്ങി നടക്കുന്നതിന് പ്രധാന കാരണം കാടിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. മനുഷ്യൻ്റെ കൈകടത്തലുകൾ മൂലം കാടിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളാണ് ഇതിനെല്ലാം കാരണം. കൃത്യമായി പഠനങ്ങൾ നടത്തി അതിനുള്ള സത്യസന്ധമായ പരിഹാരങ്ങൾ സർക്കാർ ഫോറസ്റ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ആനകൾക്ക് കാടുകളിൽ ആഹാരവും വെള്ളവും കിട്ടുന്ന രീതിയിൽ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടത്തണം. കാടുകളിൽ ആനകൾക്ക് ആവശ്യമുള്ള ആഹാര സസ്യങ്ങൾ, ബാംബു, ബനാന പ്ലാന്റേഷൻ, വെള്ളമില്ലായ്മ പരിഹരിക്കുന്ന ജലശേഖരണ പദ്ധതികൾ എന്നിവ നടപ്പിലാക്കണം. ഇതിലൂടെ മൃഗങ്ങൾക്ക് കാടിനകത്ത് തന്നെ ജീവിക്കാൻ ആവശ്യമുള്ള ഉറവിടങ്ങൾ ലഭ്യമാകും. കാടുകളുടെ നാശം തടയണം. വനം മുറിക്കൽ, ഭൂപരിഷ്കരണം, ക്വാറി പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിച്ച് കാടുകളുടെ പ്രകൃതി സൗന്ദര്യം നിലനിർത്തണം. അതുപോലെ മൃഗങ്ങളുടെ പ്രയാണപാതകൾ സംരക്ഷിക്കുകയും മറ്റൊരു നിർമ്മാണവും ഈ മേഖലയിൽ നടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. എലിഫൻ്റ് കോറിഡോറുകൾ സംരക്ഷിക്കുക, മൃഗങ്ങളുടെ സ്വാഭാവിക ചലനങ്ങളെ തടസ്സപ്പെടാതെ അവയുടെ ആവാസ വ്യവസ്ഥകളെ നിലനിർത്തുക എന്നിവയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരമൊരു ദുരന്തം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും സമൂഹവും കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്നത് വെറും ഒരു വാർത്തയല്ല, അത് ഒരു കുടുംബത്തിൻ്റെ ലോകം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് നാം ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. കാരണം നാളെ ഇനിയും ഒരാൾ ഇതുപോലെ കൊല്ലപ്പെടാൻ പാടില്ല.